എത്ര മണിക്കാണ് സംഭവം? സാറേ, സമയം കൃത്യം അറിഞ്ഞൂടെ? നീ ആ സംഭവം ആദ്യം മുതലൊന്ന് പറഞ്ഞേ. സാറേ, മിനിഞ്ഞാന്ന് രാവിലെ. മിനിഞ്ഞാന്ന് പറഞ്ഞാ 26-ാം തീയതി തിങ്കളാഴ്ച. ആ, തിങ്കളാഴ്ച. ആ, തിങ്കളാഴ്ച ഞാനൊന്ന് ലോട്ടറി ഏജൻസി വരെ ഒന്ന് പോയി. 27, 28, 29, 30. എത്ര? 30. എണ്ണണ്ടല്ലേ? എന്താണ് ബേബിക്കൊരു സംശയം? ഒരു കെട്ടുന്ന ആ, കാരുണ്യല്ലേ? കാരുണ്യം. അപ്പൊ നടക്കട്ടെ. അപ്പൊ ശരിയെങ്കിൽ ഓക്കെ, എന്നാ കാണാം. എങ്ങനെയുണ്ട് കിടപ്പ്? ബുദ്ധിമുട്ടില്ലേ? ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പോട കൊണ്ടാട്ടെ ഈ ഭീമ ഹർജി. ബഹു മുനിസിപ്പാലിറ്റി അധികൃതർ മുൻപാകെ എല്ലാ ദിവസവും ബ്ലോക്കിൽ പെടുന്ന പൊതുജനങ്ങൾ സമർപ്പിക്കുന്ന ഭീമ ഹർജി. ഇല്ലത്തുപടി റോട്ടിൽ റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്ന ദേവസി ആൻഡ് എന്ന ലോട്ടറി കട പൊളിച്ചു മാറ്റാനുള്ള കോടതി വിധി നാളെ ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുമല്ലോ. ദയവായി എത്രയും പെട്ടെന്ന് പ്രസ്തുത കെട്ടിടം പൊളിച്ചു മാറ്റാനും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ അവറാച്ചനെ സ്ഥലവിലയായ 12 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൈമാറാനുള്ള നടപടി ഉടനെ എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ദുഃഖാർത്ഥരായ നാട്ടുകാർ. അതാണ് എഴുതിയിരിക്കുന്നത്. ഇന്നാ ഒപ്പിട്. സൈഡിലിരിക്കണം, പൈസ തരണം, സ്കൂളിലും പോണം. പിന്നെ എന്താടാ നോക്കിന്നോടോ? രാജമ്പടം മോനല്ലേ? കണ്ടാ, ഇത് കണ്ടാടാ, ഭീമഹർജിയാണ് ഭീമഹർജി. നിന്റെ കട ഞാൻ പൊളിപ്പിക്കോടാ. കൊറേ വാടകക്കാരൊക്കെട്ടുണ്ട് ബിൽഡിംഗ് ഓണേഴ്സ് ഇട്ട് പയലടിക്കാൻ. അതിന് കേസിന്റെ വിധിയൊന്നും വന്നിട്ടില്ല. അതെ, വിധി നാളെ വരുമല്ലോ. അത് എനിക്ക് അനുകൂലമായിരിക്കുമല്ലോ. ആ വരട്ടെ, ബിൽഡിംഗ് ഓണർ ചെല്ലി. അതെ, ഈ ഭീമഹർജി കൊണ്ട് ഞാൻ നിന്റെ കട പൊളിപ്പിക്കും. നീ പെട്ടിയും കിടക്ക എടുത്തോടാ. നീ നശിഞ്ഞ് നാരോണക്കല്ല് പറിക്കോടാ. വീർ, ഇവനിതോടെ പോയി. വീർ, നീ എന്തോ വിളിച്ചിരിക്കണ? ഹാത്ത് മേ ക്യാ ക്യാ? എന്താടാ കയ്യില്? മോന്റെ നോക്കട്ടാ. കഷ്ടം. सेटा, वो बिल्डिंग ओनर ने बोला कल दुकान बंद कर देगा. मैं क्या करूं? मेरा काम. അയാൾക്ക് പ്രാന്താടാ. ഈ കട അങ്ങനെ പൊളിപ്പിക്കാൻ പറ്റൊന്നുമില്ല. वो ऐसा बोला था. എടാ, നീ എന്തിനാ പേടിക്കണത്? നിന്നെ ഞാൻ ഒരിക്കലും പട്ടിണിയാക്കൂല. തുമാര ഗാന മേരെ ഘർ പേ പോരെ? मुझे मालूम है सेटा. എന്താണ് മത്തായി ചേട്ടാ, ഒരു ഊർജ്ജം ഇല്ലല്ലോ? എങ്ങനെ ഊർജം വരാനാ? നിനക്കറിയാലോ, ലോട്ടറി അടിച്ചിട്ട് പെരപടയാന്ന് പറഞ്ഞ് പ്ലാനും കൈക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേയായി. ഇത്രയും നാൾ ഈ ലോട്ടറി എടുത്ത കാശുണ്ടായിരുന്നെങ്കിലേ മറൈൻ ഡ്രൈവിലെ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കായിരുന്നു, വിത്ത് സ്വിമ്മിംഗ് പൂള് അറ്റാച്ച്ഡ്. ചേട്ടന് ലോട്ടറി അടിച്ചിരിക്കും അല്ലടാ? അതെ ചേട്ടാ. ആഹാ, ഇവൻ പണി പഠിച്ചല്ല. അതെ, ഞാനെപ്പോഴും കോടതി കയറി നടക്കല്ലേട്ടാ. കട നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇവനാളുള്ള വിശ്വസിക്കാം. നിന്റെ വിശ്വാസം നിന്നെ പൊറിപ്പിക്കട്ടെ, എന്റെ വിശ്വാസം എന്നെയും പൊറിപ്പിക്കട്ടെ. ചേട്ടൻ എടുക്കുന്നേ? എടുക്കാം. അപ്പൊ ഇതെടുക്കാം. ഇതേലും അടിക്കണേ. ഇതേ അടിച്ചിരിക്കും. ഇന്നലെ നമ്മുടെ അന്തോണീസ് പുണ്യാളൻ പറ്റിച്ചെന്നേ. ഓ, ഒക്കെ റെഡിയാണ്. ഒന്നിനൊരു പെൻഡിങ് ഇല്ല. അതെനിക്കറിയാലോ, ചേട്ടൻ കടം വെക്കാറില്ല. എന്നാ പിന്നെ ഇറങ്ങട്ടെ. ഓ ചേട്ടാ, ഓ അടിച്ചിരിക്കും. അയ്യോ, വക്കീലിന്റെ അടുത്ത് പോണല്ലോ. अरे मुझे वकील के पास जाना है. क्या? अर्जेंट अर्जेंट. क्यों? क्या आएंगे?
कल कोടതി में केस है ना हैं जाना है ആ ये संभाल कर रखो സൂക്ഷിച്ചു വെക്കണം പ്രൈസ് മണി ലോട്ടറി പ്രൈസ് മണി ലോട്ടറി ഉണ്ട് പ്രൈസ് മണി അടിച്ചാൾ വരും ദേന ആത്മിക്കോ ഓക്കെ അല്ലേ ओके കഴിച്ചോട്ടോ ഭക്ഷണം കഴിച്ചോ ആ നോക്കണേ ओके सेठ ഈ അപ്പനിത് ഉറങ്ങാൻ വെച്ചേക്കണാണോ അതോ നാട്ടുകാർ ഉറക്കാതിരിക്കാൻ വെച്ചേക്കണം ജാൻസി ആ വന്നാ എന്തേ കാണിക്കണേ കൊതുകിനെ കൊല്ലണ് കൊതുകിനെ കൊല്ലണ പിടിച്ചേ അപ്പനിറങ്ങിയാടി കിടന്നിട്ട് കുറച്ചു നേരമായി വേപ്പിച്ചൻ വല്ലതും കഴിച്ചായിരുന്നോ ഞാൻ കഴിച്ചു നീ കഴിച്ചാ അപ്പന്റെ തീറ്റണ്ടപ്പോ എനിക്കും വിശന്നു ഞാനും കഴിച്ചു വക്കീലിനെ കണ്ടിട്ട് എന്തായി ഒന്നും പറയണ്ട നാളെയാണ് കേസിന്റെ വിധി എന്താ എന്തേലും പ്രതീക്ഷയുണ്ടാ എന്തായാലും നമ്മുടെ വക്കീൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണുണ്ട് പ്രതിയുടെ പറമ്പിലെ ഉപയോഗത്തിലുള്ള തൊഴുത്തിൽ നിന്ന് വാദിയുടെ പറമ്പിലേക്ക് മലിനജലം വീടെടുത്തെന്നാണ് ഇഞ്ചക്ഷനിലെ പ്രയർ യൂണിറ്റ്. അതുമാത്രമല്ല ഒരുപാട് തവണ പറഞ്ഞിട്ടും പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും പ്രതിയുടെ തൽപ്രവൃത്തി തുടർന്നു പോവുകയാണ്. പോലീസിലും ഈ വക്കീലിനെ വിളിച്ചിട്ട് കിട്ടണില്ല. എന്റെ കക്ഷി ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ്. അതുമാത്രമല്ല എന്റെ കക്ഷിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനുള്ള മൗലികാവകാശത്തിന്റെ ലംഘനം കൂടിയാണ് ആപ്ലിക്കേഷൻ അനുവദിച്ചത്. എന്റെ കക്ഷിക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുകയാണ്. തൻ്റെ വക്കീലാണോ? ഫോൺ ബെല്ലടിച്ചതിന് ശിക്ഷ കൊടുത്തേക്കണാണ് മജിസ്ട്രേറ്റ്. 10-15 മിനിറ്റായി അവിടെ കൈയ്യട്ടി നിൽക്കാൻ. കോടതി നിൽക്കുമ്പോഴാണ് ഫോൺ വിളിക്കണത്. ഞാൻ വിചാരിച്ചില്ല വക്കീല് കോടതിയിലാന്ന്. പിന്നെ വക്കീല് കോടതിയിലില്ലാത്ത പിന്നെ കോതമംഗലത്തിൽ പോയെന്ന് വിചാരിച്ച. നീ എന്താ ലേറ്റേ? ഞാൻ വരുന്നൊരു ചൊവ്വാഴ്ച പള്ളി കയറി. എടാ കേസ് കിടക്കുന്ന പള്ളിയിലല്ല, കോടതിയിലാണ്. ഈ കേസ് കഴിഞ്ഞ ഉടനെ നമ്മുടെ കേസാണ്, മനസ്സിലായോ? അയ്യോ പിന്നെയും ഫോൺ. എന്റെ പുന്നത് ഓഫ് ചെയ്ത് വെക്ക്. കോടതിയാണ്, പണി കിട്ടും. ഓക്കെ ഇപ്പൊ പണി കിട്ടിയാന്. അതെ കേസിന്റെ കാര്യമല്ല. ഒരു ഡൗട്ടും ഇല്ല, കേസ് നമ്മൾ തോക്കും. ഞാൻ ഗ്യാരണ്ടി. ഇനി എക്സിക്യൂഷന്റെ ഡേറ്റും കൂടെ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. പേടിക്കണം, ഞാൻ കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ ഫോൺ ചെയ്യില്ലേ? അതെ വക്കീൽ OS 46/2020 അന്യായം. വാദിയായ മുനിസിപ്പാലിറ്റിക്ക് അനുകൂലമായി ഈ കോടതി വിധിക്കുന്നു. അവറാച്ചൻ TPയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം 30/5/2021 മുൻപായി പൊളിച്ചു നീക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു.